വനിതാതിക്രമ കേസിൽ പ്രജ്വൽ രേവണ്ണയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ അന്വേഷണ സംഘം അപേക്ഷ നൽകും. പ്രജ്വൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല എന്നാണ് SIT പറയുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഇതുവരെ ഈ വീഡിയോ എടുത്ത മൊബൈൽ ഫോണുകൾ വീണ്ടെടുക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്, അത് കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന്റെ നീക്കം ഏത് രീതിയിലാണ്? ആര്യ, ജൂൺ 1-നാണ് പ്രജ്വൽ രേവണിയെ കസ്റ്റഡിയിൽ കിട്ടുന്നത് പോലീസിന്. ഇപ്പോൾ 5-6 ദിവസം പിന്നിടുന്നു. ഇതുവരെ കൃത്യമായി ചോദ്യം ചെയ്യലിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാൻ പ്രജ്വൽ രേവണ്ണ തയ്യാറായിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. അതുപോലെ തന്നെ തെളിവുകൾ ഒന്നും കണ്ടെടുക്കാനായിട്ടില്ല. ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളാണ്. പ്രജ്വൽ രേവണ്ണ ഈ ലൈംഗിക പീഡന ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവെടുപ്പ് ആവശ്യമാണ്, കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. പ്രജ്വൽ രേവണ്ണയെ കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. നേരത്തെ 14 ദിവസത്തെ കസ്റ്റഡിയാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. അതാണ് 6 ദിവസത്തെ കസ്റ്റഡി എന്നുള്ള രീതിയിൽ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി അനുവദിച്ചത്. ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രജ്വൽ രേവണ്ണയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയുടെ നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാവുക. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇരകളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇരയെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രജ്വലിന്റെ അമ്മ ഭവാനി രേവണ്ണ ഇപ്പോൾ ഒളിവിലാണ്. ഇവരുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നേരത്തെ SIT ആവശ്യപ്പെട്ടിരുന്നു, പക്ഷെ അവർ ഇതുവരെ ഹാജരായിട്ടുമില്ല. അതുപോലെ തന്നെ ഈ കേസിൽ പ്രജ്വലിന്റെ പിതാവ് HD രേവണ്ണയും കുരുക്കിൽ തന്നെയാണ്. അദ്ദേഹത്തിന് കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഈ വിഷയത്തിൽ SIT ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ നോട്ടീസ് അടിയന്തരമായി നൽകാനും ഹൈക്കോടതി രേവണ്ണയോട് ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും പ്രജ്വലിനെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കസ്റ്റഡി കാലാവധി തീരുന്ന മുറയ്ക്ക് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി.